സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഞാൻ ചതിക്കോ? ഇല്ല, ഇല്ല, ഉറപ്പിച്ച് കേൾക്കുന്നുണ്ട്. ഞാൻ മകൾ, മൂത്ത മകൾ ആവണി ഫിനിക്സ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു അവാർഡ് കൈപ്പറ്റുന്നുണ്ട്. ആ ഒരു സന്തോഷമാണ്. കാരണം നമ്മള് 10-15 വർഷമായതുകൊണ്ടാകാം, ഒരുപാട് വേദികൾ കണ്ടതുകൊണ്ടാകാം എനിക്ക് സന്തോഷം തരുന്നതും അഭിമാനം തരുന്നതും എന്റെ മകളാവണി എന്ന അവാർഡ് വാങ്ങുന്നതാണ്. അത് എന്നോടൊപ്പം തന്നെ ഈ സ്റ്റേജിൽ എന്റെ കൂടെ നിന്ന് അവള് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളെ എപ്പോഴാ വിളിക്കാമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അവളെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അവനെ ഇപ്പൊ ആവണിയുടെ അമ്മയാണോ, ഇത് ചേച്ചിയുടെ മോളാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതാണ് സന്തോഷം. ഫിനിക്സ് എന്ന സിനിമയിൽ അവള് അജു വർഗീസിന്റെ മൂത്ത മകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവളുടെ പ്രായത്തേക്കാൾ ഇരട്ടി വലിപ്പത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അവൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന സിനിമാ ലോകം അറിയിച്ചപ്പം ഒരുപാട് സന്തോഷം. അവണി, എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഫിനിക്സിൽ അവസരം തന്ന ഡയറക്ടർ വിഷ്ണു അങ്കിളും പിന്നെ റൈറ്റർ മിഥുൻ മാനുവൽ അങ്കിളും പ്രൊഡ്യൂസർ റിനീഷ് അങ്കിൾക്കും വലിയൊരു താങ്ക്സ് അറിയിക്കുന്നു. ആൻഡ് ഫിനിക്സിലെ എല്ലാ ടീമിനോടും എനിക്ക് നല്ല താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു. സോ അമ്മയും മകളും നിൽക്കുന്ന വേദിയിൽ എന്റെ ചെറിയ മകളെയും കൂടെ ഞാൻ കയ്യിൽ വാങ്ങുകയാണ്. എന്നിട്ട് അവണി അവാർഡ് വാങ്ങിക്കും. Now the quota is filled. Avani and her little sister. Welcome. Ma'am, ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് നമ്മള് to look at your face. വളരെ പാവമാണ്. ഒരിക്കലും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ആ ദൃശ്യത്തില് അവരെ ചതി. എങ്ങനെയാണ് ശരിക്കും ലൈഫിൽ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെയുള്ള ബ്ലൻഡ് ആണോ? ചതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ലൈഫിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. രണ്ടും കൂടി ബ്ലെൻഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ചതിക്കുന്ന ആളാണോ എന്നാണോ ചോദ്യം? ഡൗട്ട് എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഞാൻ ചതിക്കോ? ഇല്ല, ഇല്ല, ഉറപ്പിച്ച് കേൾക്കുന്നുണ്ട്. ഞാൻ ചതിക്കൊന്നുമില്ല. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചെയ്ത കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള വികാരങ്ങൾ ഇതേപോലെ പുല്ലുമുരുകനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ ലാലേട്ടനെ പ്രസവിച്ച അമ്മ എന്നൊരു ടൈറ്റിൽ വന്നു. ഒപ്പം ചെയ്തപ്പോൾ ലാലേട്ടനെ വിഷമിപ്പിച്ച ഒരു പെങ്ങളായിട്ട് മാറിയെന്ന് പറഞ്ഞു. അതേപോലെ ദൃശ്യം ചെയ്തപ്പോൾ ലാലേട്ടനെയും കുടുംബത്തിനെയും ചതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ വേഷങ്ങൾ ചെയ്യുമ്പം അതിന് തുല്യമായിട്ട് തന്നെ ആ സ്നേഹം പകരുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വിട്ടുപോയത് സിബി സാറിനോട് ഇരിക്കുന്നു. ഒരുപാട് സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിയാണ് സിബി സാറ്. അതേപോലെ ടിനിച്ചേട്ടൻ, ജോർജ് സാർ, ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. ഇവരോടൊക്കെ ഈ സിനിമ എന്ന നിലയിൽ നന്ദി പറയുന്നു.